പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അന്വേഷണം നടത്താൻ ആരോഗ്യ സർവകലാശാലയ്ക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഈ മാസം 15-നാണ് തിരുവനന്തപുരം സ്വദേശിയായ അമ്മു പത്തനംതിട്ടയിലെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചത്. തിരുവനന്തപുരം ഐരൂപ്പാറ സ്വദേശി അമ്മു എസ് സജീവിന്റെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. സഹപാഠികളുടെ മാനസിക പീഡനം ചൂണ്ടിക്കാട്ടിയായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. പിന്നാലെയാണ് ആരോഗ്യമന്ത്രി അന്വേഷണം ആവശ്യപ്പെട്ടത്. എന്നാൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങൾ കോളേജിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് ക്ലാസ് ടീച്ചറുടെ പ്രതികരണം. വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നം ക്ലാസ്സിൽ തന്നെ പരിഹരിച്ചെന്നും അധ്യാപിക പറഞ്ഞു. ഇവർ ഈ പറയുന്ന കുട്ടികളെല്ലാം നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അവർ അടുത്ത മാസം ഇറങ്ങി പോയിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മൾ അവരെ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്ന മെച്ചൂർഡായിട്ട് പോകുന്ന കുട്ടികളാണ്. അപ്പോൾ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുന്നു. ആ ഇഷ്യൂ ആണെങ്കിൽ നമ്മളാരെയും അതിൽ പോയിന്റ് ഔട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറ്റേ കുട്ടികളാണെങ്കിലും അവരും ഇറങ്ങിപ്പോവല്ലേ, പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണെങ്കിൽ പോയി. പക്ഷെ നമ്മളത് വീട്ടുകാരുടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും എല്ലാം പോകട്ടെ പറയുക. അപ്പോൾ അവർ അമ്മയെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ തിരക്കുകയും അവരതിൻ്റെ സൊല്യൂഷൻ പറയുകയും എല്ലാം നമ്മൾ അങ്ങനെയാണ് കിട്ടുക. ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ നമുക്ക് ഒരു തെളിവില്ലാതെ നമുക്ക് ആരെയും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കോളേജിന്റെ ഭാഗത്തുനിന്ന് നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് കോളേജ് പ്രിൻസിപ്പൽ പ്രതികരിച്ചു. ഒരു കംപ്ലൈന്റ് കിട്ടിയതായിട്ട് എൻ്റെ കയ്യിൽ വന്നിട്ടില്ല. അതായത് സ്റ്റുഡൻറ്റിൻ്റെ കംപ്ലൈൻറ്റ്, അച്ഛൻ്റെ കംപ്ലൈൻറ്റ് മെയിലായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കോളേജ് മെയിലിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ വാട്സാപ്പിലിട്ടുണ്ട്. അന്ന് സൺഡേ ആയിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ കേൾപ്പോൾ തന്നെ നമ്മൾ കമ്മിറ്റി കൂടി എൻക്വയറി കമ്മിറ്റി എന്താണെന്ന് അന്വേഷിച്ച് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. കാരണം അത് മുന്നോട്ട് പോകുന്നത് നല്ലതല്ല എന്നുള്ളൊരു തീരുമാനം തന്നെ. അതുപ്രകാരമുള്ള കാര്യങ്ങളും അവരുടെ മീറ്റിങ്ങുകളും ഇവിടെ ചേംബറിൽ വെച്ച് തന്നെ അതെല്ലാം ചെയ്തതും കാര്യങ്ങളെല്ലാം എഴുതി തന്നിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം തുടരുകയാണ്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അമ്മുവിന്റെ കുടുംബത്തിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. ആരോഗ്യ സർവകലാശാലയുടെ അന്വേഷണം വേഗത്തിലാക്കാനും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.